ലിപ് ബാം ഇടുന്നുണ്ടോ? ഇവിടെ നോക്കൂ. ഓ സോ ക്യൂട്ട്. ഡ്രൈ ആയിരുന്നു. ഇറ്റ്സ് ഓക്കേ. അതെ, ഞാൻ കത്തി എടുത്ത് ബാത്റൂമിൽ അടിച്ചു വരുന്ന ചൂലിന്റെ തുമ്പ് പെട്ടി. ഇറ്റ്സ് ഓക്കേ, സാരല്ല. അത് ആൾക്കാർക്ക് കണക്ട് ആവോ? ഇല്ല. എന്തായാലും കുറച്ചു നേരം ബോറടിച്ചിരുന്നപ്പോൾ വണ്ടിയിലുള്ള കുറച്ച് ഡിഫറെന്റ് ഫ്രെയിംസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഈ മിറർ സെൽഫിയിലേക്ക് ഞങ്ങൾ എത്തിയത്. ഹായ് ഗായ്സ്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നേ ഇവിടെ വന്ന് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഫ്രെയിം സെറ്റ് ആവും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. Thousand hours later എന്നുള്ള ട്രാൻസിഷന് ശേഷം നമ്മൾ ഫൈനലി എത്തിയിരിക്കുന്നതാണ്. ജാസ്മിൻ്റെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ജാസ്മിൻ്റെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ? അങ്ങനെ 15 മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന ലുക്കാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ലുക്ക്. എങ്ങനെയാണ് നിങ്ങൾ കമന്റ് ചെയ്യണം. തുടിക്കുന്ന ഹാർട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം സെറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷോപ്പിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അപ്പോൾ ഷോപ്പിൽ ചെന്നിട്ട് കാണാം. ബാക്കി കൂടെ ഒരു വീഡിയോ ഒന്നും എടുക്കാനില്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം. അപ്പോൾ അങ്ങനെ ഗബ്രി സാർ വണ്ടിയൊക്കെ ഓടിക്കാണ്. എവിടുന്ന് അമ്പരിയുടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഗബ്രി പോവാണ്. ഷോയ്ക്കൊരു കുറവില്ലാത്തോണ്ട് ഒരു കുഴപ്പം വരുന്നില്ല. ഞങ്ങളാൻ്റെ കയ്യിലായിട്ട് ഒരു 15 മിനിറ്റ്സിന്റെ ദൂരം കൂടെ ഉണ്ട് നമ്മുടെ ഇനോഗ്രൽ സ്പോട്ടിലേക്ക്. ഇതല്ല കേട്ടോ എന്റെ ഒറിജിനൽ സൗണ്ട് സംസാരിച്ചാണ്. ജാസ്മിന്റെ ഈ മേക്കപ്പ് ഇതിൽ കൂടുതൽ ഇടണോ അതോ ഇതിൽ കുറയ്ക്കണോ എന്നുള്ളത് നിങ്ങൾ? ഞാൻ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇട്ടിട്ടില്ല. സീരിയസ്ലി ഞാൻ ഭയങ്കരമായിട്ട് കമന്റ് സെക്ഷനിലൂടെ എഴുതി അറിയിക്കണം. ഞാനൊരു റെഡ് ലിപ്സ്റ്റിക് ഇട്ടോടാണ് എനിക്ക് ഇത്രയും മേക്കപ്പ് ഉള്ളതായിട്ട് തോന്നുന്നത്. 15 hours of makeup, not much. ഓക്കെ, അപ്പൊ നമുക്കിനി ബാക്കിയെല്ലാം അവിടെ എത്തിയിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ കാണാം. എനിക്ക് ദാഹിച്ച് തൊണ്ട പൊട്ടുന്നു. ഒരിത്തിരി വെള്ളം വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് ഈ കാലം എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. വെള്ളം കുടിക്കണം. പിന്നെ എനിക്ക് പനിയുണ്ട്. പനിയാണെന്നുള്ള പരിഗണന പോലും എനിക്ക് ഇവിടെ ആരും തരുന്നില്ല. അയ്യോ. ഓക്കെ, അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ടൊക്കെ കാണാം. നമസ്കാരം പാലക്കാട്. എന്റെ പൊന്നോ, നമ്മള് ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല ഇത്രയും സ്നേഹവും സപ്പോർട്ടും. പക്ഷെ അത്രയ്ക്കും ഉണ്ടായിരുന്നു. അതും പാലക്കാട് എനിക്ക് വലിയ ഒരു എന്ന് പറഞ്ഞാൽ വലിയ ഒരു ടച്ചും ഇല്ലാത്ത ഒരു സ്ഥലമാണ് പാലക്കാട്. നമുക്ക് കൊല്ലം, കൊച്ചി അല്ലെങ്കിൽ ആ ഒരു ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു ടച്ചുള്ള അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരുള്ള പാലക്കാട് അങ്ങനെ ആരുമില്ല. എന്നിട്ട് കുറെ ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നു. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെയാണ് ഈ സാധനം കൺഫേം ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. എന്താ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു ഇനാഗുറേഷൻ ഉണ്ട് ഇന്നലെ ഉച്ചയ്ക്ക്. അതായത് എന്താ പറയാ, ഒരു ദിവസത്തിന് താഴെ സമയം കൊണ്ട് ഒരുപാട് പേര് അറിഞ്ഞു, ഒരുപാട് പേര് വന്നു. ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അനുഭവിച്ചൊരു പ്രഷറും ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇന്ന് ഇത്രയും പേരുടെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അത്രയും സ്നേഹവും സന്തോഷവും അവർ തരുന്ന സമയത്ത് ഐ വുഡ് റിയലി ലൈക്ക് ടു താങ്ക് മൈ ഗോഡ്. ദൈവത്തിനാണ് ഏറ്റവും വലിയ നന്ദി. അവസരത്തിൽ എന്തോ അവാർഡ് സ്പീച്ച് പോലെ അങ്ങനെയൊന്നുമല്ല, പക്ഷെ ഐ എം genuinely grateful for everything that's coming our way.
പ്രത്യേകിച്ച് പാലക്കാടുകാർക്ക്, പാലക്കാടിലുള്ള എല്ലാവർക്കും ഒരു വലിയ വലിയ താങ്ക് യു. ഐ ലവ് യു ഗൈസ് സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വന്നവരെല്ലാവർക്കും, വരാൻ ശ്രമിച്ചിട്ട് വരാൻ പറ്റാതിരുന്നവർക്കൊക്കെ താങ്ക് യു സോ മച്ച്. പിന്നെ അവിടെ വന്ന കുറേ പേര് നമ്മളായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ കുറേ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ പേർക്കൊന്നും നമുക്ക് അങ്ങനെ നിന്ന് കൊടുക്കാനൊന്നും പറ്റിയില്ല. കാരണം അത്രയും തിക്കും തിരക്കുമായിരുന്നു. അവരോടൊക്കെ നമ്മൾ എന്താ പറയാ, സോറി അല്ലാതെ വേറെ പറയാൻ പറ്റില്ല അല്ലേ. പക്ഷെ ഒരുപാട് പേരുടെ കൂടെ പരിചയപ്പെടാൻ പറ്റി, ഫോട്ടോ എടുക്കാൻ പറ്റി. ഒരുപാട് പേര് വന്ന് ഒരുപാട് മക്കളെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് സംസാരിച്ചു. അത് തന്നെ നമുക്ക് വലിയ വലിയ കാര്യമാണ്. ആൻഡ് ഇറ്റ്സ് എ ബിഗിനിങ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് റിസപ്ഷനും നല്ല നല്ല സ്നേഹവും പോസിറ്റിവിറ്റി ഒക്കെ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവരുടെയും സ്നേഹം ഇതുപോലെ നിലനിൽക്കാൻ. ബ്യൂട്ടിഫുൾ സൺസെറ്റ്. ആ ക്യാമറ മറച്ചിട്ട് മറ്റൊന്ന് കാണിച്ചു കൊടുത്തേ. സൺസെറ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ആക്ച്വലി നല്ല ഗോൾഡൻ അവറിലാണ് നമുക്ക് നിൽക്കുന്നത്. ഞങ്ങൾ പോണ റോഡാണെങ്കിലും ദ ഹോൾ നേച്ചർ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ റൈറ്റ് നൗ. ഐ ഡോണ്ട് നോ വൈ, പക്ഷേ മേ ബി പോസിബിളി ബിക്കോസ് ഓഫ് ദ പോസിറ്റിവിറ്റി ദാറ്റ് വി ജസ്റ്റ് റിസീവ്ഡ്. ഞങ്ങൾക്ക് കിട്ടിയ ഒരുപാട് സ്നേഹവും സന്തോഷത്തിന്റെയും കാരണം. ആൻഡ് ഓൾസോ മഴ പെയ്തത് ഒരുമാതിരി അനുഗ്രഹിക്കുന്ന പോലെയായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് നല്ല വെയിലത്ത് ചെറിയ ചാറ്റൽ മഴയായിരുന്നു. അത് എവറിഥിങ് ഫെൽറ്റ് വെരി സ്പെഷ്യൽ ആൻഡ് ഇൻ പ്ലേസ് ടുഡേ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ സംഭവബഹലമായ ഒരു ദിവസത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ജീവിതത്തിലെ ഫസ്റ്റ് ഇനോഗ്രൽ ഫംഗ്ഷൻ എന്താ പറയുക, എക്സ്പീരിയൻസ് വാസ് ക്രേസി ബിക്കോസ് there was a lot of people. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നില്ല. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം രണ്ടുപേർക്കും ഇതേവരെ അങ്ങനെ ഒരു ഇനോഗ്രേഷൻ ചെയ്തിട്ടുള്ള ഒരു പരിചയമൊന്നുമില്ല. ബട്ട് ഐ ഗെസ് ഇറ്റ് വെൻ റിയലി വെൽ, വെൻ റിയലി ഗുഡ്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ഒരുപാട് പേര് വന്നത് പല സ്ഥലങ്ങളിൽ നിന്നും. അതും ഷോർട്ട് നോട്ടീസ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഇന്നലെ ഉച്ചയ്ക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ചൊരു പിക്ക് ഇടുന്നതും വീഡിയോ ഇടുന്നതും. പക്ഷേ അപ്പോൾ ഒരു 24 hour ടൈം ഗ്യാപ്പിൽ ഒരുപാട് പേര് ഞങ്ങൾ കാണാനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നു. ആൻഡ് ഈവൻ ദ ഷോപ്പ് ഓണേഴ്സ് വാസ് റിയലി ഹാപ്പി. അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. പല പല സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നവരുണ്ടായിരുന്നു. പാലക്കാട് ടൗണിലുള്ളവർ തന്നെ ഒരുപാട് പേര് വന്നായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. എ സ്പെഷ്യൽ താങ്ക്സ് ഫോർ പാലക്കാട്, ഓൾ പീപ്പിൾ ഫ്രം പാലക്കാട് ഹു കെയിം. അല്ലെങ്കിൽ വരാതിരുന്നവരും വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നവർക്കൊക്കെ ഒരു വലിയ വലിയ നന്ദി. And we're very excited right now because I don't know, first inaugural function in our life and it went really good. And I'm very grateful at this point. ഞങ്ങൾ തിരിച്ചു വന്ന വഴി ഒരു കാപ്പി കുടിക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് കയറിയതാണ്. ആൻഡ് ഇന്നത്തെ ദിവസത്തിൻ്റെ വിശിഷ്ടാതിഥി നമ്മളുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. വിശിഷ്ടാതിഥിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനായിട്ടുള്ള സമയങ്ങളായിട്ടുണ്ട്. പക്ഷേ വിശിഷ്ടാതിഥിക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അപ്പോൾ വിശിഷ്ടാതിഥിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ഉണ്ട്, ഞാൻ പോവാം. വിശിഷ്ടാതിഥി മേക്കപ്പ് ഇട്ടോണ്ടെന്ന് ഞാൻ പറയാൻ വരുമായിരുന്നു ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എനിക്ക് വയ്യ, എനിക്ക് പനിയായിട്ട് ആരും എന്റെ പനിയൊന്നും മാനിക്കുന്ന പോലുമില്ല. ആ ചേട്ടൻ പോയി എന്തിന് മാനിക്കാൻ. ഞാനൊരു കോഫി കുടിക്കാൻ വിചാരിച്ചു. ഒരു ചായ എടുക്കട്ടെ? ഇത് സ്റ്റിക്കറായി ചായ എടുക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചില്ല ഇത്രയും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് ഇന്നലെ ഉച്ചയ്ക്ക് ഇട്ടൊരു പോസ്റ്റാണ്, ഉച്ചയ്ക്ക് ഇട്ടൊരു റീലാണ്. ഇന്നലെയാണ് അത് കൺഫേം ആയത്. പെട്ടെന്നായിരുന്നു എല്ലാം ചടപടിയുന്ന സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇത്രയും ക്രൗഡ് ഉണ്ടാവുന്നത് നമ്മൾ ഒരു പെർസെന്റേജ് നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചതല്ല.